എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വൈശാഖ മാസത്തിലെ അവസാനത്തെ ഏകാദശിയാണ്, അപര ഏകാദശിയാണ്. അപ്പം ഇന്ന് നമുക്ക് അപര ഏകാദശിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥ പറയാട്ടോ. ഈ കഥ കേൾക്കുന്നത് തന്നെ പുണ്യമാണെന്നാണല്ലോ പറയാറുള്ളത്. അപ്പോൾ കഥയിൽ പറയുന്നത്, മഹിധ്വജൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള, അതായത് പ്രജാകാര്യങ്ങളിലൊക്കെ വളരെ തൽപരനായിരുന്നു, നന്നായി തന്നെ ഭരണം കാഴ്ചവെക്കുന്ന ഒരു രാജാവായിരുന്നു. ഈ രാജാവിന് ഒരു സഹോദരനുണ്ടായിരുന്നു. രാജാവിൻ്റെ നേരെ വിപരീത സ്വഭാവമായിരുന്നു ഈ സഹോദരനെ. വജ്രധ്വജൻ എന്നാണ് പേര്. എങ്ങനെയെങ്കിലും രാജാവിനെ വകവരുത്തിയിട്ട്, അതായത് ഒഴിവാക്കിയിട്ട് രാജ്യഭരണം കൈക്കലാക്കണം. അതായിരുന്നു ഈ വജ്രധ്വജൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ രാജാവിനെ ഒഴിവാക്കാനായിട്ട് പലവിധ കാര്യങ്ങളും ചെയ്തു നോക്കി. രാജാവിനെ വധിച്ച് കളഞ്ഞാലാണല്ലോ തനിക്ക് രാജാവാകാനായിട്ട് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് ചതിയിലൂടെ, അതായത് വഞ്ചനയിലൂടെ മഹിധ്വജനെ വകവരുത്തിയിട്ട് വജ്രധ്വജൻ രാജാവായി. അപ്പോൾ വകവരുത്തിയിട്ട് ആ മൃതശരീരം ഒരു ആലിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് കുഴിച്ചിടുകയും ചെയ്തു. അപ്പോൾ ഈ രാജാവാണെങ്കിൽ അകാല മരണം സംഭവിച്ചു, ദുർമരണം സംഭവിച്ചു. അപ്പോൾ ഒരു പ്രേത ആത്മാവായിട്ട് മാറി. എന്നിട്ട് അതിലൂടെ പോകുന്നവരെയൊക്കെ ഇങ്ങനെ ശല്യം ചെയ്യാനായിട്ട്, ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ എല്ലാവരും പരാതികളൊക്കെ പറഞ്ഞു. അങ്ങനെ ധൗമ്യൻ എന്ന പേരുള്ള ഒരു മുനിയുണ്ട്, ഒരു മഹർഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തും പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന്. അദ്ദേഹം അത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവ്യത്വം കണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധി കൊണ്ട് ഈ ഒരു പ്രേതാത്മാവിനെ കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിനടുത്ത് സംസാരിച്ചപ്പോൾ താൻ മഹിധ്വജൻ എന്നുള്ള രാജാവായിരുന്നെന്നും തന്നെ വകവരുത്തിയിട്ട് ഇവിടെ കുഴിച്ചിട്ടതാണെന്നൊക്കെ രാജാവ് പറഞ്ഞു കൊടുത്തു. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ളൊരു മോചനം വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ധൗമ്യൻ, ആ മഹർഷിയാണ് രാജാവിനെ പറഞ്ഞു കൊടുക്കുക. ഇനി ഒരു ഏകാദശി വരുന്നുണ്ട്, അപര ഏകാദശിയാണ്. ആ ഏകാദശി വ്രതം നോറ്റോളൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും, മോക്ഷം ലഭിക്കും, ഭഗവാനിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പ്രകാരം രാജാവ് ഏകാദശി വ്രതമൊക്കെ നോറ്റിട്ട് ആ ഒരു പ്രേതത്വം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് ലയിച്ച് ചേരുകയാണ് ചെയ്യണത്. അത്രയേറെ മഹത്വമുള്ള ഒരു ഏകാദശിയാണ്. ഒരുപാട് പുണ്യം നൽകുന്ന ഒരു ഏകാദശി കൂടിയാണ്. ബ്രഹ്മഹത്യ, പാപം, അല്ല വഞ്ചന, ഇതേപോലെ പ്രേതത്വം, അങ്ങനെയുള്ള എല്ലാ തരത്തിൽ നിന്നുള്ള പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് പറയുക. അപ്പോൾ ഏകാദശിക്ക് ഏറ്റവും പ്രാധാന്യം വിഷ്ണു ഭജനാണ്. നന്നായിട്ട് ഭഗവാനെ വിളിച്ചോളൂ, നന്നായിട്ട് നാമം ജപിച്ചോളൂ. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.